ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ വെണ്ടക്ക മുളകിടാൻ പോകട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പുകയിട്ടില്ലേ, അതിലേക്ക് നമുക്ക് കടുക് ഇട്ടുണ്ട്. കടുക് ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് അതൊന്ന് നല്ല സ്മെല്ലായി വരുന്നത് ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. അത് നല്ലൊരു മണം വരും കേട്ടോ. ഇനി നമുക്ക് സവാളയും പച്ചമുളക് തക്കാളി ഒക്കെ വഴട്ട് നന്നാക്കി വഴറ്റിയെടുക്കുക. നന്നാക്കി വഴറ്റി കൊടുക്കുക. ജസ്റ്റ് കല്ലുപ്പിട്ട് കൊടുത്താൽ നന്നാക്കി പെട്ടെന്നിട്ട് ഉള്ളിട്ടിട്ട് വരണ്ടി വരും കേട്ടോ. വെണ്ടയ്ക്ക ഇട്ട് നമ്മൾ മുളകിടാൻ പോണ വെണ്ടക്ക അപ്പോൾ നമ്മൾ വെണ്ടക്ക കഴുകിയിട്ട് കട്ട് ചെയ്ത് കേട്ടോ. നല്ല ഇളയ വെണ്ടക്ക, നല്ല വെണ്ടക്ക. അങ്ങനത്തെ വെണ്ടക്ക കിട്ടാൻ ചിലപ്പോൾ മൂത്ത വെണ്ടക്ക കിട്ടത്, നല്ല ഇളയ വെണ്ടക്ക കിട്ടി. അങ്ങനെ നമ്മളെ വെണ്ടക്ക കട്ട് ചെയ്ത് നല്ല പച്ച വെണ്ടക്ക കേട്ടോ. ഞങ്ങൾ തക്കാളി ഉള്ളിട്ടിട്ട് നല്ലോണം ഇട്ട് വഴങ്ങി വരുന്നുണ്ട്. ഇതിലൊന്നൊരു വേവാൻ തക്കാളി തന്നെ. അപ്പോൾ നമുക്ക് മസാലകളൊക്കെ എടുത്ത് വെക്കാം. കുറച്ച് വാളംപുളി വെള്ളത്തിട്ട് പുതുക്കാണ്ട് ആ വെള്ളത്തിട്ട് വെക്കുക. അതിൻ്റെ കറിവേപ്പില എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നല്ലോങ്ങട്ട് വഴണ്ടി വരുന്നുണ്ട്. തക്കാളി ഒന്നുകൂടി ആകാൻ പോകും. സവാള ഇട്ടാൽ തക്കാളി പിന്നെ നമ്മൾ കറിയുന്ന എന്തോ സവാള ഇതിലോട്ട് നമ്മൾ 1 സ്പൂൺ 1.5 സ്പൂൺ മുളകും പൊടി ഇട്ടാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാണ്. നന്നാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളകിടല്ലേ, മല്ലിപ്പൊടി ഇട്ടിട്ട് ഇനി കുറച്ചൊരു പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടു. നല്ല ടേസ്റ്റാണ്. കറിക്കൊക്കെ പെരുംജീരകം പൊടിച്ച് വെച്ചാണ്. അപ്പോൾ അത് ലേസയിലോട്ടിട്ട പെരുംജീരകം പൊടിച്ചിട്ടൊരു പാത്രത്തിലാക്കി വെച്ചു. അപ്പോൾ പെരുംജീരകം ഇട്ട് 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് അതിലോട്ട് നമ്മൾ പുളി പിഴിഞ്ഞ് പാര കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ തിരക്കപ്പെട്ട് അത് നമ്മൾ മസാലയൊക്കെ ഇട്ട് പിന്നെയും വെണ്ടയ്ക്കൊക്കെ ഇട്ട് പുളി പിഴിഞ്ഞാന്നതാ സൂപ്പർ. നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ടുണ്ടോ വെണ്ടക്ക മുളകിട്ടത് നന്നാക്കി തിളക്കട്ടെ. തിളച്ചിട്ട് കാട്ടി അപ്പോഴത്തിന് നമ്മൾ വേകുമ്പോഴത്തിന് നമ്മൾ ഉപ്പേരിക്കുള്ള കാബേജ് ചെറിയ കഷ്ണം കാബേജിൻ്റെ അരിയിട്ടോ. ഞങ്ങൾ കാബേജ് റെഡി ആയിട്ടോ. കാബേജ് നമ്മൾ എരിഞ്ഞ് ഉപ്പേരിക്കുള്ള കാബേജ് തോരൻ എല്ലാവരും ഗ്രേവി തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ വെണ്ടക്ക മുളകിട്ടത് റെഡിയായി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വെണ്ടക്ക മുളകിട്ട് തിളച്ച് മറിയുണ്ട് വെണ്ടക്ക മുളക്. ഓക്കേ.